അപ്പോൾ ഇവിടുത്തെ രാജാവ് കിടന്നുറങ്ങുന്ന ബെഡ്റൂം ശരിക്കും മ്യാൻമറിലും അടുക്കളയാണ് ഇന്ത്യയിലാണ് ഉള്ളത്. അപ്പോൾ ഇത് ഇവിടുന്ന് കയറുമ്പോൾ തന്നെ ഇത് കണ്ടോ, ഇത് നാഗാലാൻഡ് ഇന്ത്യ, ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇതിൻ്റെ ഇപ്പുറത്തോട്ട് സഗാങ് മ്യാൻമർ. അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടില്ലേ നിങ്ങൾ, ഒരു വൈൽഡ് ബഫലോ. ഇതിൻ്റെ കാലാണ് ഈ കാണുന്നത്. ഒരു സൈഡ് ഫുള്ളുണ്ട്, ഇതൊരു സൈഡിൽ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് വെട്ടിയെടുത്ത് കൊണ്ടുവന്നേക്കാണ്. അതായത് പിന്നെ സൈഡിലേക്കും അതുപോലെ തന്നെ ഈ ഒരു വീട് നിറച്ചത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മണ്ടയ്ക്കോട്ടൊക്കെ മുഴുവൻ ഉണ്ടായിരുന്നതായിരിക്കും, മാറ്റിയായിരിക്കും. കാരണം ഇത് അതുകൊണ്ടല്ല അവൻ്റെ എന്നിട്ട് അതിനേക്കാളും വലുതാണ് അതിൻ്റെ ആ ഒരു മിഥുൻ്റെ തല അല്ലേ, ടൈഗർ ടൂത്ത്. ഇത് ഫുള്ള് കടുവയുടെ പല്ലുകളാണ് പേര്. അതായത് ഇങ്ങനത്തെ ഭാര്യമാരും മക്കളെല്ലാം കൂടി കൂട്ടി 50 പേരുണ്ട്. പക്ഷേ ആ ഒരു 50 പേര് ഇപ്പോൾ എവിടെയാണ്, ഇദ്ദേഹത്തിന് വലിയ പിടിപാടൊന്നുമില്ല. എല്ലാം മൃഗങ്ങളുടെ തൊലിയമേൽ ഉണ്ടാക്കിയേക്കുന്ന ബായികളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ താഴെ കണ്ട പോലെ തന്നെ. പിന്നെ ഇതൊരു ഹോൺബില്ലാട്ടോ, ഹോൺബില്ലിൻ്റെ തല जानेले तो मुई भी मन पे होय 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 इतो कानी सब लुकाइ दिसे अतो पण भी देखियो মই तो एकदम पहिला होदिसे आरो पण സ്കാൾസ് ഒന്നും ഇല്ല. കാരണം ഇപ്പോൾ പണ്ടത്തെ ടെറിട്ടറി ഡിസ്പ്യൂട്ട്, ബൗണ്ടറി ഡിസ്പ്യൂട്ട് ഒക്കെ വരുമ്പോഴത്തേനാണ് ഹെഡ് ഹണ്ടിങ്സ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആങ് ചീഫ്, അതായത് ഇവിടുത്തെ രാജാവിൻ്റെ വീട്ടിലാണ്, കൊട്ടാരത്തിലാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. ഒരു 62 ഗ്രാമങ്ങളുടെ തലവനാണ് പുള്ളി. അപ്പോൾ നമുക്ക് 32 ഇന്ത്യയിലും 30 നമ്മുടെ മ്യാൻമാറിലാണ് ഉള്ളത്. പിന്നെ ഒരു 742 കുടുംബങ്ങളുടെ തലവനാണ് ഇദ്ദേഹം. അപ്പോൾ ഈ ഒരു ഏരിയയിലെ ഏറ്റവും വലിയൊരു കെട്ടിട ബിൽഡിംഗ് ആണ് ഈ കാണാൻ. ഇവിടുത്തെ കൊട്ടാരമാണ് ശരിക്കും. പണ്ട് ഇതിങ്ങനെ ഷീറ്റ് അല്ലായിരുന്നു, ഇതിന് വരെ ഫുൾ ഓലയായിരുന്നല്ലേ. ഇതിപ്പോൾ ഷീറ്റൊക്കെ മാറ്റി ഫുള്ളും അകത്തൊക്കെ ഫുള്ള് മാറ്റി കമ്പിങ് പരിപാടിയൊക്കെ വെച്ച് മൊത്തത്തിലും ഷീറ്റ് മേഞ്ഞാക്കുവാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ രാജാവ് കിടന്നുറങ്ങുന്ന ബെഡ്റൂം ശരിക്കും മ്യാൻമറിലും അടുക്കളയാണ് ഇന്ത്യയിലാണ് ഉള്ളത്. അപ്പോൾ ഇത് ഇവിടുന്ന് കയറുമ്പോൾ തന്നെ ഇത് കണ്ടോ, ഇത് നാഗാലാൻഡ് ഇന്ത്യ, ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇതിൻ്റെ ഇപ്പുറത്തോട്ട് സഗാങ് മ്യാൻമർ. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തോട്ട് മ്യാൻമറും അതിൻ്റെ അപ്പുറത്തോട്ട് ഇന്ത്യയാണ് കാണുന്നത്. അപ്പം നമ്മളിപ്പോൾ ശരിക്കും പോണതിന് അതിൻ്റെ ഇടയ്ക്കോടെയാണ് പോണേ. വിമലിപ്പം അവിടെ നിൽക്കുന്നത് ഇന്ത്യയിൽ, ഞാനിപ്പോൾ ഉള്ളത് മ്യാൻമറിലാണ്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ, ഈ ഒരു കൊട്ടാരത്തിൻ്റെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഫുള്ള് കൊത്തുപണികൾ ചെയ്ത് വെച്ചേക്കുന്ന വലിയ തടികളാണല്ലോ കാണുന്നത്. ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹെഡ് ഹണ്ടിങ്ങിൻ്റെ അതിൻ്റെ എല്ലാ സംഭവത്തിനും കൂടി ഊണിയക് ട്രൈബിൻ്റെ ഒക്കെ അല്ലേ, തലയോട്ടി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൊത്തി വെച്ചിട്ടുണ്ട്. അതന്നെ the traditional chiefs Aung San built on the original location at the Indian-Myanmar boundary has been inaugurated by Nagaland State Sri P.B. Acharya in the presence of honorable member of parliament. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ രാജാവല്ലേ, ചീഫ് എന്ന് പറയുന്നത്. അപ്പോൾ 62 ഗ്രാമങ്ങളുടെ തലവനാണ്. അതിൽ 32 നമ്മുടെ ഇന്ത്യയിലും 30 നമ്മുടെ മ്യാൻമാറിലാണ് ഉള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇന്ന് പരിചയപ്പെടാം. മൂപ്പര് നമുക്ക് കാണിച്ചു തരുവാണ്. ഇതിന് അപ്പുറത്തോട്ട് ഇന്ത്യ, ഇതിൻ്റെ ഇപ്പുറത്തോട്ട് മ്യാൻമർ എന്നല്ലേ. സർ, യുവർ നെയിം സർ? തോനി തോങ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളും ഉണ്ടല്ലോ, നമ്മൾക്കിപ്പോൾ വേണ്ടിയിട്ട് രണ്ടാമത് ഇട്ടിട്ട് വന്നതാണല്ലേ. നമ്മളെ കാണിക്കാൻ ഇതൊക്കെ ഒന്ന് കാണിക്കാൻ, ട്രഡീഷൻ കാണിക്കാൻ വേണ്ടി ഇട്ടുകൊണ്ടുവന്നതാണ്. ഈ അടുക്കള ഇരിക്കുന്ന ഭാഗം മ്യാൻമറിലും ബാക്കിയുള്ള കിടക്കുന്ന ഭാഗം ഇന്ത്യയിലുമാണ് ഉള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഴുത്തിലിട്ടേക്കുന്ന ഇതുകളൊക്കെ തന്നെ, ഇതൊക്കെ എന്തിൻ്റെ ടൈഗർ ടൂത്ത് ഓർ ദിസ് വൺ ടൈഗർ ടൂത്ത്. ഇത് ഫുള്ള് കടുവയുടെ പല്ലുകളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കഴുത്തിലിട്ടേക്കുന്ന അതാണ് മറ്റേ ഹെഡ് ഹണ്ടർ ട്രൈബിൻ്റെ ആ ഒരു സിമ്പിൾ തന്നെ. ദിസ് ഈസ് വാട്ട് ഈസ് ദിസ് സർ? ഇസ് ഹെഡ് itu syambantu head hunting team tena head hunting tribe. ഓക്കെ, കസ്റ്റം മെറ്റീരിയൽ की ആ ഒരു ട്രൈബിനെ സൂചിപ്പിക്കുന്നു. ബീറ്റോൺ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ അല്ലേ, ബ്രോൺസ് അല്ലേ. പിന്നെ അദ്ദേഹത്തിൻ്റെ ട്രഡീഷണൽ ഡ്രസ്സാണ് ഈ കാണുന്നത്. അദ്ദേഹത്തേക്കുണ്ട് ബൈസൻ്റെയും അദ്ദേഹത്തിൻ്റെ അമ്പും വില്ലും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം തന്നെ നെയ്തെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളിപ്പോൾ കണ്ട നമ്മുടെ ചീഫിൻ്റെ, അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് ഈ കാണുന്നത്. ഇത് ഒരു ആനക്കൊമ്പാട്ടോ, വലിയൊരു ആനക്കൊമ്പ്. അതുപോലെ തന്നെ ഇതൊക്കെ തന്നെ ബൈസണാണ്. ഇതിൻ്റെയൊക്കെ ഹെഡിൻ്റെ വലുപ്പം നോക്കി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇതങ്ങ് കൊട്ടൂല്ലേ. ഫുൾ ആൾക്കാരും വരുമല്ലോ എന്നാലും. പിന്നെ ഈ കാണുന്ന ഈ ഒരു ചെണ്ട പോലത്തെ സംഭവത്തിന് വേറൊരു ചരിത്രം കൂടി ഉണ്ടല്ലേ. ഈ ചെറുതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചെറിയ കുട്ടികളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ 1-2 തവണ കുട്ടുമെന്നാണ് പറയണത്. 2 തവണ കുട്ടും. അതായത് സന്തോഷം വരുമ്പോഴും കുട്ടും, സങ്കടം വരുമ്പോഴും കുട്ടും. പിന്നെ ഈ വലിയ സംഭവങ്ങളെല്ലാം ഒരുമിച്ച് കുട്ടുന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ആളോ അങ്ങനെയുള്ള നല്ല അധികാരത്തിരിക്കുന്ന ആളൊക്കെ ആണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടും. ഇപ്പോൾ ഈ മൊത്തത്തിലുള്ള ഗ്രാമങ്ങളും മ്യാൻമാറിലുള്ളതും ഇന്ത്യയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും.
കാരണം പണ്ട് കാലങ്ങളിൽ ഈ പറയുന്ന ഫോണും കാര്യങ്ങളൊന്നും എല്ലാ സമയത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇതൊക്കെ. അപ്പോൾ അന്ന് ഇത് കൊട്ടി കഴിയുമ്പോൾ അവർക്കറിയാൻ പറ്റും, ഇവർക്കറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും കൂടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാവും, അന്നേരം യോജിച്ച് വരും. അതുപോലെ ഈ സന്തോഷമുള്ള ഇവിടെ എന്തെങ്കിലും ഫെസ്റ്റിവൽ പോലെയുള്ള ബിഹു പോലത്തെ എന്തെങ്കിലും ഫെസ്റ്റിവൽ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇതെല്ലാം ഒരുമിച്ച് കൂട്ടുമെന്നാണ് പറയണത്. അപ്പോൾ ഈ സാധനം കൊട്ടാൻ യൂസ് ചെയ്യുന്ന ഒരു കോലാണിത്. ഈ കാണുന്ന ഈ ഒരു ബ്ലൂ ചുമപ്പും നീലം കൂടെ കാണുന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചേക്കാണ് വൈൽഡ് ബഫലോയുടെ എൻ്റെ ഇടയ്ക്ക് വെച്ചേക്കാണ്. ഇനി ഇത് കണ്ടില്ലേ, ഇതാണ് ശരിക്കും മാൻ്റെ കൊമ്പല്ലേ ഇത്? ഒരു തരം മാനാണ്. അതിൻ്റെ ആ ഒരു സംഭവമാണ് ഈ സംഭവം കണ്ടോ, ഇതിൻ്റെ ഇതാണ് ശരിക്കും ഹെഡ്ഹണ്ടർ ട്രൈബ് ആണ് ചെവിയിൽ കമ്മലായിട്ട് ഇടുന്നതല്ലേ. അതിൻ്റെ അകത്ത് എന്തോ സ്റ്റീൽ ഒരു സ്വർണ്ണത്തിൻ്റെ ഒരു സാധനം അതിൻ്റെ അകത്ത് വെച്ചിട്ടാണത് ചെവിയിൽ. ഈ ഒരു ബൈസന്റെ ഒക്കെ തലയുടെ ഒരു വലിപ്പം നോക്കി, എന്ത് വലുതാന്ന് നോക്കി. ഇത് കണ്ടോടെ ആനക്കൊമ്പ് ആദ്യമായിട്ട് കാണണല്ലോ, ഇത്ര നമ്മൾ ആനക്കൊമ്പ് കണ്ടിട്ടുണ്ടോ? മിഥുനല്ലേ ഇതാ? ഓ, ഇതൊക്കെ അവർ ഫുള്ള് വേട്ടയാടി പിടിച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഇത് വൈൽഡ് ബഫലോ അല്ലേ? ഇത് വൈൽഡ് ബഫലോ. ഇതിൻ്റെയൊക്കെ സൈസ് നോക്കി, ഈ ഒരു ഭിത്തി നിറഞ്ഞു നിൽക്കുവാണ്. അതുപോലെ തന്നെ ഇത് ഫുള്ള് മാനിൻ്റെ അതുപോലെ തന്നെ കരടിയുടെ ഒക്കെ തലയോട്ടിയാണ്. ഇതിൻ്റെ മണ്ടയ്ക്കൊക്കെ തന്നെ ഫുള്ളായിട്ടിരിപ്പുണ്ടല്ലേ ആണ്. പിന്നെ നമ്മുടെ ഇതൊരു സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ഗോൾഡൻ ജൂബിലിക്ക് എന്തോ ഒരു സമ്മാനം കൊടുത്ത സംഭവമാണ്, ഒരു മുഴക്കുന്ന ഒരു സാധനം അല്ലേ. ഇതുപോലത്തെ കുറേ ഉണ്ടോ, ഇത് ചെറുതുണ്ട്. ഇന്ന് ഇവിടെ നിന്ന് ഭയങ്കര സൗണ്ട് ഉണ്ടാവുന്ന സംഭവം. ഇവിടെ നിന്ന് ഇതിൻ്റെ ഒന്ന് വലുപ്പം കാണിച്ചു കൊടുക്കാനാ. ഇതിൻ്റെ കൈ രണ്ടങ്ങ് നീട്ടിക്ക് അതുകൊണ്ടല്ലോ. അവൻ്റെ എന്നിട്ട് അതിനേക്കാളും വലുതാണ് അതിൻ്റെ ആ ഒരു മിഥുൻ്റെ തല അല്ലേ, അമ്മാര് വലുതാണ്. ഇദ്ദേഹം 2015 ഈ ഒരു ചീഫിന്റെ പദവിയിലേക്ക് വന്നത്. അതിന് മുമ്പുള്ളതാണ് അദ്ദേഹത്തിന്റെ അച്ഛനാണ് ഇത് ഇരിക്കുന്നത് അല്ലേ. അദ്ദേഹത്തിന്റെ പേര് ചീഫ് ആങ് നൊങ്വാങ് എന്ന അദ്ദേഹത്തിന്റെ പേര്. വേറെന്ത് രീതിയിൽ കിട്ടുന്നില്ല. പിന്നെ കേട്ടോ, എനിക്ക് തോന്നുന്നു ഇതിന്റെ മണ്ടയ്ക്കോട്ടൊക്കെ മുഴുവൻ ഉണ്ടായിരുന്നില്ല, മാറ്റിയായിരിക്കും. കാരണം ഇതൊക്കെ പുതിയല്ലേ, ഈ സംഭവങ്ങളെല്ലാം മാറ്റി. പണ്ടൊക്കെ ആ ഓലയും സംഭവങ്ങളെല്ലാം മാറ്റി വന്നുകൊണ്ട് വ്യത്യാസമായിരിക്കും. മിക്കവാറും ഒന്ന് പുതുക്കി കഴിഞ്ഞപ്പോൾ കുറേ എടുത്ത് കളഞ്ഞതായിരിക്കും. അതെ, ഇവിടെ ഫുള്ളും വൈൽഡ് ബഫലോയുടെയും മിഥുൻ്റെ ഒക്കെ തന്നെ തലയോട്ടികളാണ് ഈ ഒരു ഭാഗത്തിരിക്കണേ. ഇനി ഈ ഒരു മേശ കണ്ടില്ലേ, ഇതെന്താണ് ശരിക്കും? സർ, വാട്ട് ഈസ് ദിസ് സർ? ഇത് അങ്മോറിലെ ना? अंगमोर ले तो अच्छा के बाद ഫില ആകെ ഡെഡ് പാർട്ടി तो जाते रहते हैं ഡെഡ് മരിക്കുന്ന ആൾക്കാരെ ഇവിടെ കിടത്തണം. ഓ, അപ്പം മരിക്കുന്ന ആൾക്കാരെ കിടത്തുന്ന ഒരു സംഭവമാണ് അല്ലേ, ഒരു മേശയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തലയിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ കോണ്യാക് ട്രൈബിന്റെ ഒക്കെ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടില്ലായിരുന്നു. ഓരോ മറ്റേ കുട്ടുന്ന സംഭവത്തിലെ കണ്ടു. അതിലെല്ലാം ഒന്നിലേക്ക് ഒരു കടുവയുടെ സിമ്പിൾ അല്ലെങ്കിൽ ആനയായിരിക്കും. ഇവിടെ കടുവയുടെ കൊടുത്തേക്കുന്നത്. അപ്പം ഈ കാണുന്നത് നമ്മുടെ ജൂബിലേട്ടൻ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ജൂബിലേട്ടന് 15 കൊല്ലം നാഗാലാൻഡിലുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നാഗാമീസും കാര്യങ്ങളൊക്കെ ലാംഗ്വേജ് മനസ്സിലാവും. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ വല്യപ്പച്ചൻ്റെ സമയത്തുള്ള ഇപ്പോഴത്തെ ചീഫിൻ്റെ വല്യപ്പച്ചൻ്റെ ടൈമിലുള്ള സാധനങ്ങളാണ്. അന്നത്തെ ഹണ്ട് ചെയ്ത സംഭവങ്ങളാണ് ഈ ഒരു സൈഡിലുള്ള അല്ലേ. പിന്നെ ഈ ഒരു സൈഡിലുള്ളത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാലത്തുള്ള സംഭവങ്ങളാണ് ഈ ഒരു സൈഡിലുള്ളത്. പിന്നെ അവിടെ പിന്നെ അവിടെ എന്താണുള്ളത്? അവിടെ കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ട്രൈബിൽ താഴെ കണ്ട ഹെഡ്ഹണ്ടേഴ്സിൻ്റെ. അതെ, അദ്ദേഹം വീട്ടിൽ പോയ പുള്ളിയാണ്. നമ്മൾ വീട്ടിൽ പോയ പുള്ളിയാണ് ഈ കാണുന്നത്. ഫോട്ടോ നമ്മൾ കണ്ടായിരുന്നു. ഹെഡ്ഹണ്ടേഴ്സിലെ തല വെട്ടുന്നതിലുള്ള ലാസ്റ്റ് ജനറേഷനിലുള്ള ആളാണ്. പിന്നെ ഇതാണ് ഈ നമ്മളിപ്പോൾ കയറിയ കൊട്ടാരത്തിൻ്റെ ഒരു വൈഡുള്ള ഫോട്ടോയാണ്. ഇതിൻ്റെ പണിയുന്ന ടൈമിലുള്ള ഫോട്ടോസ് അങ്ങനെയൊക്കെയാണ് ഈ കാണുന്നത് അല്ലേ. ഇത് തന്നെ ഇതാ മുകളിൽ നമ്മൾ കണ്ടിട്ട് ഇങ്ങോട്ട് കാണിച്ചിട്ടുണ്ട്. അത് തന്നെ 2 പുലി, ആനക്കൊമ്പ് അങ്ങനെയുള്ള അത് തന്നെ നമ്മളകത്ത് ഉണ്ടായിരുന്നല്ലേ. ഇത് പുതിയൊരാളായതുകൊണ്ട് തന്നെ അതുകൊണ്ട് പഴയ ആൾക്കാരെ രാജാക്കന്മാർ അത്രയ്ക്ക് അനുഭവങ്ങളും ഇതില്ല. കാരണം കാലം മാറിയില്ല. പഴയ രാജാക്കന്മാരാണെങ്കിൽ ഒത്തിരി എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തവരായിരിക്കും. പഴയ നല്ല തീരുമാനങ്ങളില്ലേ, അച്ഛനൊക്കെ വേട്ടയാടി സംഭവങ്ങളെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ കുറേ എക്സ്പീരിയൻസ് ഉണ്ടാകും. പക്ഷേ ഇത് പുതിയ ആളായിട്ട് അത്ര എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും, പിന്നെ ഇവർക്ക് പറഞ്ഞു കേട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യും. പിന്നെ പഴയ പോലെ ആ ഒരു രാജഭരണം ആണെങ്കിൽ തന്നെ പക്കയായിട്ട് രാജഭരണം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ പോലീസും ഗവൺമെൻറ്റും ഒക്കെ ഇടപെടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പം. അപ്പം എന്തായാലും ഇവിടെ വരാൻ പറ്റിയത് വലിയ ഭാഗ്യം. നമ്മൾ എന്തൊക്കെ വേറെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മൾ എന്തൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. तो लास्ट तो मुई खान अच्छा जागती हेड हंटिंग होइसे अच्छा अपनी भी मुई तो देखा ना बोली भी तो पापा खान लगा टाइम ते तो थगिसे अच्छा तो मुई लाइक एनी गूगल पर लाइक पूरी के नहीं जानी से
इत्यादि तू हेड हंटिंग ला कमोमोरेट करिवले स्कल्स तो किता एकता जगह ते इनिगा रखी था किसी इनिगा तो देखिवले परिमा ना itu tuh माने दसमन हुआ तो itu usut tang aro longyang ना ओके itu kan kiba mati अच्छा laga jurisdiction itu laga cuci kini hunting khusus ना अच्छा होय माने फोन री तो नोटी इनका ओके तो बाउंड्री डिस्प्यूट होले तो हेड हंटिंग इनिगा करिवो तो चीफ लगा इनिगा से इनिगा से itu kumcing na pongcha ke noti ekta se tolong na itu tak to moi laga ase अच्छा अच्छा aru itu noti par kurini to tang laga ase ഓ നദി റിവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആളുടെ ടെറിട്ടറിയാണ് അങ്ങനെ അപ്പൊ ടെറിട്ടറിയുടെ ഡിസ്പ്യൂട്ട് വരുമ്പോഴത്തേനാണ് തലവെട്ടുന്ന ഇത് വരുന്നത് mane ini ekchamban tang laga to kumcing tak thagise अच्छा holi bi head hunting kurigena lara kone अच्छा noti te phone ri kurisi na ओ नदी तो नदी ते असे अच्छा येते नाही येते inega huine moi khan usot te larai kurisi হয় ওকে inega huine mane itia to ख्रिस्तान नीति आहे जैसे হয় 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 इतुबरा तो अच्छा अपनी लगा पिताजी लगा माथा तो लोंगयांग लगा तो मुई दाखिले तो ताइखन मन पे खबर ना মন বিখাবো হয় इतु काने पूरा लोका दिसे तो ও আচ্ছা আচ্ছা लोंगवा लगा माथा भी लोंगयांग के तंग के दाखी से मुई लगा ग्रैंड फादर खाना का আচ্ছা আচ্ছা इतु अच्छी काली इतु ग्रैंड फादर लगा ऐसे मुई ও जाने ले तो मुई भी मन पे হয় 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 इतु काने सब लोका दिसे সব লুকাই দিছে অত কোন বি দেখিব মই তো একদম পয়লা শুনিছে আৰু पहिला तो मुई भी तो उलाई ने ढाका से इतु तो ख्रिस्तान नीति आहे হয় तो ഇത് पूरा लोका അച്ഛാ അച്ഛാ ഓ ഓക്കെ ഓക്കെ ഇപ്പോൾ സ്കൾസ് ഒന്നും ഇല്ല കാരണം ഇപ്പോൾ പണ്ടത്തെ ടെറിട്ടറി ഡിസ്പ്യൂട്ട് ബൗണ്ടറി ഡിസ്പ്യൂട്ട് ഒക്കെ വരുമ്പോഴത്തേനാണ് ഹെഡ് ഹണ്ടിങ്സ് വരുന്നത് ചീഫ്റ്റൻസിൻ്റെ ആണ് കൂടുതൽ വരുന്നത് അപ്പോൾ പുള്ളിയുടെ അപ്പച്ചൻ്റെ ഹെഡ് ഹണ്ടിങ്ങിലാണ് അപ്പുറത്തെ വില്ലേജിൽ ചിലപ്പോൾ കാണും അപ്പോൾ അത് ക്രിസ്ത്യാനിറ്റി ഒന്നോടെ അത് നല്ലതല്ലാത്തതുകൊണ്ട് പിന്നെ മനസ്സിനൊരു ബുദ്ധിമുട്ട് വരും കാരണം അച്ഛനും അപ്പൂപ്പന്മാരുടെ ഒക്കെ തലയൊട്ടിയാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരാണ്ടിരിക്കാനായിട്ട് ആരുടെയൊക്കെ എന്തൊക്കെയുണ്ടോ എന്തെല്ലാം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ചിലപ്പോൾ ഇവിടെ കാണുമായിരിക്കും അത് നമ്മുടെ ഇവിടെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് ഇത് ഇവർ ഭക്ഷണം കഴിക്കുന്ന ഒരു വലിയൊരു മേശയല്ലേ ഇത് ഒറ്റ തടി കേട്ടോ ഒറ്റ തടി തീർത്താണ് അദ്ദേഹമൊക്കെ ഇരിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലം ഇതാണല്ലേ പിന്നെ നമ്മൾ ഈ ഒരു അടുക്കളയിലോട്ട് വന്നു കഴിയുമ്പോൾ തന്നെ ഇവിടെ ആ ഒരു ഫുള്ള് കണ്ടല്ലോ മച്ച് ഫുള്ള് കറുത്ത് പോഞ്ഞിരിക്കുകയാണ് കണ്ടോ ഇവിടെ ഉണക്കാനായിട്ട് പോർക്കൊക്കെ തൂക്കിയിട്ടുണ്ട് ഇതൊക്കെ ആരെങ്കിലും വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഗിഫ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ മേടിച്ചോണ്ട് കൊടുത്ത പോലെ തന്നെ മേടിച്ചോണ്ട് കൊടുത്താൽ ഇവിടെ എന്ത് വേട്ടയാടി പിടിച്ചാലോ എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു പങ്ക് ഇവിടുത്തെ ചീഫിനുള്ളതാണ്. പിന്നെ ഇവിടെ കാട്ടുപോത്ത് അതായത് മിഥുന് വൈൽഡ് ബഫലോനൊക്കെ ഹണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടത്തെ കാല് ഇവിടുത്തെ ചീഫിനുള്ളതും ബാക്കിയുള്ളതാണ് ഇവിടുത്തെ ഉള്ളവർ എടുക്കുന്നത്. അത് നമുക്ക് മനസ്സിലായത് എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കാഴ്ച കാണിച്ചു കൊടുക്കാം അല്ലേ, അത് കാണിച്ചു കൊടുക്കാം ആദ്യം. ഈ ഒരു കാഴ്ച കണ്ടില്ലേ നിങ്ങൾ, ഒരു വൈൽഡ് ബഫലോ മിഥുൻ്റെ കാലാണ് ഈ കാണുന്നത്. ഒരു സൈഡ് ഫുള്ളുണ്ട്, ഇതൊരു സൈഡിൽ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് വെട്ടിയെടുത്ത് കൊണ്ടുവന്നേക്കാണ്. അതായത് എങ്ങനെ പോയാലും ഒരു 10-60 കിലോ കാണും അല്ലേ. ഇതൊരു സ്നേഹത്തിന് പുറത്ത് കൊടുക്കണം ഇത് ചീഫിന്. ഏതൊരു ഗ്രാമത്തിൽ ഹണ്ട് ചെയ്ത ആ ഒരു കാട്ടിൽ കയറി വെട്ടി വെച്ച് പിടിച്ചേക്കുന്ന ഒരു മിഥുനാണ് ഈ കാണുന്നല്ലേ. ഇനി ഇതിനെ ഉണക്കി സെറ്റ് ചെയ്ത് അവിടെ ആ മറ്റേ ഇതിന് നമ്മളൊക്കെ പറഞ്ഞ ചേര വെക്കുക എന്ന് പറയില്ല, അതുപോലെ ഇത് ചേര വെച്ച് ഉണക്കി ഇവർ ഉണക്കിറച്ചി അങ്ങനെ സംഭവങ്ങളായിട്ടൊക്കെ കഴിക്കും. അതുണ്ടല്ലോ ഇതിനായിട്ട് ഉണക്കാൻ വേണ്ടി തന്നെയാണ് ഇവരുടെ എല്ലാ വീടുകളിലും ഇതുപോലെ സംഭവമുണ്ട്. പിന്നെ ഇതെന്താണ് എനിക്ക് പറഞ്ഞാൽ എൻ്റെ പല്ലുകളില്ല, നമ്മളെ കണ്ട മാലയില്ലേ പുലിനകം, അതിൻ്റെ മാല ഉണ്ടാക്കി വെച്ചില്ലേ, അതുപോലെ വേണ്ടി ഉപയോഗിക്കാനായിട്ടാണ്. അപ്പം ഇത് കണ്ടില്ല, ഇതൊക്കെ തന്നെ മൃഗങ്ങളുടെ തൊലിയമേൽ ഉണ്ടാക്കിയേക്കുന്ന ബാഗുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ താഴെ കണ്ട പോലെ തന്നെ. പിന്നെ ഇതൊരു ഹോൺബില്ലാട്ടോ, ഹോൺബില്ലിൻ്റെ തല ഇത് കണ്ണിൻ്റെ ഭാഗമല്ലേ, കണ്ണിൻ്റെ ഭാഗം. ഇവിടുന്ന് ഒരു ഫുള്ള് ഇത് ഒറ്റ പീസല്ലേ, ഒറ്റ പീസ്. ഇതിന് വായ ഇങ്ങനെ ഉണ്ട്, വാ തുറക്കാനൊക്കെ പറ്റും. ഇവിടെയൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തന്നെ എന്തൊക്കെയോ കാഴ്ചകളുണ്ട്, എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് കുറേയൊന്നും അറിയത്തില്ല ഇതിനകത്തൊക്കെ അല്ലേ. ഇതെന്തോ വാലാന്ന് തോന്നുന്നു, എന്തിൻ്റെ മൃഗത്തിൻ്റെ എന്തിൻ്റെ വാലും കാര്യങ്ങളൊക്കെയാണല്ലേ. വാലുണ്ട്, തൂവലിതുണ്ടോ, തൂവല്. ഇതൊക്കെ തന്നെ ഇതുണ്ടല്ലോ, ഇതൊക്കെ തന്നെ ഇവിടെ ഓരോരുത്തർ വരുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി കൊണ്ടു കൊടുക്കുന്നതാണ്. ഇദ്ദേഹം ശരിക്കും എന്താണ് ഇപ്പോഴും രാജഭരണം നിലനിൽക്കുക എന്ന് പറയില്ലേ. രാജഭരണം ഏറ്റെടുത്തത് 2015 പുതിയതായിട്ട് ഈ ഒരു ചീഫ് ഇവിടുത്തെ ഭരണം ഏറ്റെടുക്കുന്നത്. അതിന് മുമ്പ് ഈ അദ്ദേഹത്തിന്റെ അച്ഛൻ, മുത്തച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞാണ് തലമുറകളായിട്ട് പിന്തുടർന്ന് വന്നേക്കുന്നതാണ്.
പിന്നെ നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കാൻ പറ്റും കണ്ടില്ലേ. ഇത് നമ്മൾ നേരത്തെ താഴെ കാണുന്ന പോലെയൊക്കെ തന്നെ ഇവിടുത്തെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഹെഡ് ഹണ്ടറിൻ്റെ അല്ലേ, അതും ആ ഒരു നമ്മുടെ ആ പുലിപ്പല്ല് പോലെ. അത് ശരിക്കും ഒറിജിനൽ അല്ല കേട്ടോ, ഇത് ഫേക്കാണ്. പുള്ളിയുടെ കഴുത്ത കിടക്കുന്ന ഒറിജിനലാണ്. അത് ഫുള്ളായിട്ട് അത് ഒറ്റെണ്ണമൊന്നുമല്ല വന്നേക്കണം, അത് പുള്ളിയുടെ ഇവിടെ സൈഡിലായിട്ട് ഫുള്ള് അത് തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറി വന്നേക്കുന്നത്. പിന്നെ ഇവിടെ ഇതുപോലെ ഉണ്ടല്ലേ കുറേ സംഭവങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ വിൽക്കാനിട്ടുണ്ട്. ഹെഡ് ഹണ്ടറിൻ്റെ ആ ഒരു ട്രഡീഷണൽ ഐറ്റംസും കാര്യങ്ങളൊക്കെ അല്ലേ. ഇത് വേണമെങ്കിൽ കേട്ടോ, ഇതിങ്ങനെ ഇട്ട് അത് ഇത് ഹെഡ് ഹണ്ടിങ് കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോൾ തലയിൽ അണിയിച്ചു കൊടുക്കുന്ന ഒരു ആ ഒരു ഇതാണ് സംഭവമാണ് വെച്ച് കൊള്ളാം. കയ്യിലൊരു തലയും കൂടി വേണം, പിന്നെ ഇപ്പുറത്തൊരു കുന്തവും. നീ വേണം പട്ടീൻ്റെ അടുത്ത് തൂക്കി പിടിച്ചു കുന്താക്കണം എടുത്തോ. പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ നമ്മുടെ ആങ് ചീഫിൻ്റെ ബെഡ്റൂമാണ്. ഈ കാണുന്നതിനകത്ത് ഇതിനകത്തേക്ക് നമുക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ബെഡ്റൂം ശരിക്കും ഇരിക്കുന്നത് മ്യാൻമർ അല്ലേ. ഈ ഒരു തൂണിൻ്റെ ഇപ്പുറത്തേക്ക് ഇന്ത്യ, ഈ ഒരു തൂണിൻ്റെ അപ്പുറത്തേക്ക് മ്യാൻമറുമാണ്. ओके ओके ताते itu laga baca hi first son hi mula next. ओके फर्स्ट सन हो. अच्छा अच्छा ओके ओके. लाइक 3 सन्स തകിലെ तो एकदम एल्डेस्ट हो लाइक चीफ इंडिया. ഏറ്റവും പരമ്പരാഗതം ഏറ്റവും മൂത്ത ആളാണ് രാജാവ്. ഇവര് എത്ര മക്കളാണ്? റാണിയും ഇതിപ്പോ ലോങ്കോയിലെ 10ാമത്തെ രാജാവാണ് ഈ പുള്ളി. അരുണാചൽ വെച്ചാൽ ബേസിക്കലി നാഗ ട്രൈബ്സ് ഉണ്ട് അരുണാചലിലും. ഇവർ വന്നിരിക്കുന്ന അരുണാചലിലായിരുന്നു പണ്ടെന്ന് വെച്ചാൽ ആ മലകളിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്, അടുത്തടുത്ത് തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ ഇദ്ദേഹത്തിന് ശരിക്കും ഇദ്ദേഹത്തിനെ പോലെ 7 ചീഫുകൾ പല ഗ്രാമങ്ങളായിട്ടുണ്ട്. അവിടെയെല്ലാം 7 ഡിഫറെൻറ്റ് ഭാഷകളാണ്. പിന്നെ ഇദ്ദേഹത്തിന് ശരിക്കും ഒരു 50 പേര്, അതായത് ഇങ്ങനത്തെ ഭാര്യമാർ മക്കളെല്ലാം കൂടി കൂട്ടി 50 പേരുണ്ട്. പക്ഷേ ആ ഒരു 50 പേര് ഇപ്പോൾ എവിടെയാണ് ഇദ്ദേഹത്തിന് വലിയ പിടിപാടൊന്നുമില്ല, എല്ലാം ഓരോ സ്ഥലങ്ങളിലാണെന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ ആ ഒരു 7 ചീഫുകളിൽ ഏറ്റവും കൂടുതൽ അധികാരം ഇദ്ദേഹത്തിനാണുള്ള കാരണം ഈ കൂടുതൽ ഗ്രാമങ്ങൾ കിട്ടിയേക്കുന്ന ഇദ്ദേഹത്തിനാണ്, അതുകൊണ്ടാണ് കൂടുതൽ അധികാരം ഇദ്ദേഹത്തിന്. പിന്നെ ഇവർ ബാക്കിൽ കണ്ടില്ല ആ ഇട്ടേക്കുന്ന ഡ്രസ്സ് ചീഫാങ് ലോങ് എന്ന് പറഞ്ഞ ആ ഒരു ടൈഗറിൻ്റെ സംഭവങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ബാക്കിൽ. അതാണ് അദ്ദേഹം ട്രഡീഷണൽ ആയിട്ടാണ് നടക്കുന്നത്. അപ്പം നമ്മൾ ഈ കൊട്ടാരത്തിൻ്റെ ഇവിടെ ഒരു കാഴ്ച കണ്ടത് ഇത് ഈ കാണുന്നതാണ്. ഇത് ഇവരെ അടക്കിയേക്കുന്നതാണ് നമ്മുടെ 2 ചീഫുകളാണ്. അതായത് 1960 1959, അതായത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ 2015 ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു. അതിനുശേഷമാണ് നമ്മളിപ്പോൾ കണ്ട ആ ഒരു ചീഫ് ആയിട്ട് അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്തത്. അതിന് മുമ്പത്തെ ആളാണ് ദേ ആ കാണുന്നത്. അപ്പം ആ ഒരു 2 പേരുടെ അടക്കിയേക്കുന്നതാണ്. ശരിക്കും ഇവർ ക്രിസ്ത്യാനിറ്റിയിലോട്ട് സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു കുരിശും കാര്യങ്ങളൊക്കെ വെച്ച് ഇപ്പം പ്രോപ്പറായിട്ട് അടക്കിയേക്കണം. ഇല്ലെങ്കിൽ പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ശരിക്കും അടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴത്തോട്ട് ഇതേ അവിടെ ഫുള്ള് മ്യാൻമറാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നത്തോടുകൂടി നാഗാലാൻഡ് വിടുവാണ്. അപ്പോൾ ഇന്നത്തോട് നാഗാലാൻഡിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാഴ്ചകളെല്ലാം തന്നെ തീർന്ന് കാണാം. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പ്ലേസും നമ്മൾ നാഗാലാൻഡിൽ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പം ഇവിടുന്ന് നമ്മൾ തിരിച്ച് ആസാം ചാടിയിട്ട് നേരെ അരുണാചൽ പിടിക്കാനാണ് പ്ലാന്. അപ്പോൾ എന്താ ഇവിടെ വീണ്ടും എന്തോ പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് ഇവിടുന്ന് പോലെ